ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീൻ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് അന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തിൻ്റെ വീഡിയോസൊക്കെ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ അതിൽ തന്നെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളും ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്, മനസ്സിലാക്കി ഉപകാരപ്പെടുത്താം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയാണ്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ എന്നാണ്? ആരാണ്? അപ്പോൾ നമുക്ക് അബ്ദുൽ മുത്തലിബ്, ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബാണത്. ടിക്ക് ചെയ്യാം. അബൂലക്ക. പിന്നെന്താണ്? അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. ആരിൽ നിന്നാണ്? അമ്പിയാക്കളിൽ നിന്ന് തെറ്റുകളൊന്നും ഉണ്ടാവുകയില്ല. അപ്പം അത് ടിക്ക് ചെയ്യാം. പിന്നെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം. ആരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്? കാർ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കണം. പിന്നെ ബൈക്ക് യാത്രക്കാർ ധരിക്കണം എന്ത്? ഹെൽമറ്റ്. അതൊക്കെ മനസ്സിലാക്കണേ. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു താല നൽകിയ കിതാബ് ഏതായിരുന്നു? മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് എന്ന കിതാബാണ്. നമ്മൾ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരുന്നില്ല, അതുപോലെ മാറി വരാം. അപ്പം എല്ലാ നബിമാരുടെയും കിതാബുകളും ഓരോ ഏടുകളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് ഇതുപോലെ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച. ഉറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു. എപ്പോഴാണ്? ഇശാഇന് മുമ്പ് ഉറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു. പിന്നെ മണ്ണ് കൊണ്ടാണ് ഇവരെ സൃഷ്ടിച്ചത്. ആരെയാണ് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചത്? മനുഷ്യരെ മണ്ണ് കൊണ്ട്, മലക്കുകളെ പ്രകാശം കൊണ്ട്, ജിന്നുകളെ തീ കൊണ്ട് മനസ്സിലാക്കുക. പിന്നെന്താ? ഹാജറ ബീവിയുടെ മകൻ്റെ പേര്. ഹാജറ ബീവിയുടെ മകൻ ആരായിരുന്നു? ഇസ്മായിൽ അലൈഹിസ്സലാമാണ് ഹാജറ ബീവിയുടെ മകന്. പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം. മനസ്സിലാക്കുക. പിന്നെന്താണ്? വിശ്വസ്തത എന്നാണ് അർത്ഥം. അമ്പിയാക്കളുടെ സിഫത്തുകൾ പറഞ്ഞിരുന്നു. വിശ്വസ്തത എന്താണ്? അമാനത്ത്, വിശ്വസ്തത, സിദ്ഖ്, സത്യസന്ധത, തബ്ലീഗ് പ്രബോധന പ്രവർത്തനം, ഫത്താനത്ത് കൂർമ്മ ബുദ്ധി. അതൊക്കെ ഇതുപോലെ വരാൻ മനസ്സിലാക്കി പഠിക്കണം. പിന്നെന്താണ്? ജസീറത്തുൽ അറബിയിലുള്ള ഒരു രാജ്യമേത്? ജസീറത്തുൽ അറബിയിലുള്ള രാജ്യമാണ് സൗദി അറേബ്യ. മക്ക സ്ഥിതി ചെയ്യുന്നത് ജസീറത്തുൽ അറബിലാണ്. അത് ഏഷ്യ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജസീറത്തുൽ അറബിയിൽ ഇപ്പോൾ 8 രാജ്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. പിന്നെന്താണ്? ചേരുംപടി ചേർക്കാനാണ് നമുക്ക്. എന്താ വന്നത്? പരിഹാസം എന്നതിനെന്താണ്? പരിഹാസം വലിയ കുറ്റമാണ്. ആരെയും പരിഹസിക്കരുത്, അത് വലിയ കുറ്റമാണ്. അപ്പം അതിൻ്റെ സി എഴുതി കൊടുക്കാം. പിന്നെന്താണ്? കൂർമ്മ ബുദ്ധി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? കൂർമ്മ ബുദ്ധി നബിമാർക്ക് നിർബന്ധമായ സിഫത്താണ്. അമ്പിയാക്കൾക്ക് നിർബന്ധമായ സിഫത്താണ് കൂർമ്മ ബുദ്ധി. അപ്പം അതിൻ്റെ ഡി. അതന്നെയാണ് നബിമാർ. മനസ്സിലാക്കുക. പിന്നെന്താണ്? ദോഷം എന്നതിൻ്റെ എന്താണ്? മലക്കുകളിൽ നിന്ന് ഉണ്ടാവുകയില്ല. ഒരു ദോഷവും മലക്കുകളിൽ നിന്ന് ഉണ്ടാവുകയില്ല. പിന്നെ ഉറക്കം ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. ഉറക്കം കൊണ്ടുള്ള ഗുണം എന്താണ്? ഉറക്കം അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉറക്കം ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. ഇനി ആ സലാം പറയൽ നന്മയും ബർക്കത്തും കൊണ്ടുവരും. അപ്പം അതിൻ്റെ ബി എഴുതി കൊടുക്കാം. സലാം പറയല് വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും, നന്മയും ബർക്കത്തും കൊണ്ടുവരും. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലൊക്കെ മാച്ച് ചെയ്യാൻ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അടുത്തതിന് പൂരിപ്പിക്കാനാണ്. അല്ലാഹു തആല മാത്രമാണ് ഡാഷക്ക് അർഹൻ. എന്താണ്? ആരാധനക്കർഹൻ. അല്ലാഹു തആല മാത്രമാണ് ആരാധനക്കർഹൻ. തുമ്മിയവൻ അല്ലാഹു തആലയെ സ്തുതിച്ചാൽ എന്താണ്? തശ്മീത്ത് ചൊല്ലണം. തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തശ്മീത്ത് ചൊല്ലണം, അല്ലെങ്കിൽ യർഹമുക്കുള്ള എന്ന് ചൊല്ലണം. കേട്ടവർ യർഹമുക്കുള്ള എന്ന് ചൊല്ലണം. പിന്നെ നബിമാരുടെ സ്വപ്നം എന്താണ്?
വഹീൻ്റെ ഭാഗമാണ്. നബിമാരുടെ സ്വപ്നം വഹീൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വഹീൻ്റെ എന്ന് എഴുതി കൊടുക്കട്ടാ. ഇതിൽ കുട്ടികളെ പേപ്പറാണ്, അപ്പോൾ അവർ എഴുതിയത് തെറ്റുണ്ട്, അപ്പോൾ ഞാനത് തിരുത്തിയിട്ടൊന്നുമില്ല, മനസ്സിലാക്കുക. വഹീൻ്റെ ഭാഗമാണ്. പിന്നെന്താണ്? പ്രധാനികളായ മലക്കുകൾ. നമുക്ക് പേര് പഠിക്കൽ നിർബന്ധമായ മലക്കുകൾ എത്രയാണ്? 10 പേരാണ്. പ്രധാനികളായ 10 മലക്കുകളുടെ പേര്. പിന്നെന്താണ്? ഉറങ്ങുമ്പോൾ ഡാഷിന് താഴെ കൈവച്ച് കിടക്കണം. എവിടെയാണ്? വലതു കവിളിനു താഴെ കൈവച്ച് കിടക്കണം. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. സീസ് നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഏടുകൾ എത്ര? സീസ് നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഏടുകൾ 50 അവസാനത്തെ കിതാബ് ഏത്? അവസാനത്തെ കിതാബ് ഖുർആനാണ്. ഖുർആൻ. പിന്നെന്താണ്? ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൻ്റെ വിധി എന്താണ്? അതെന്താണ്? അത് പാലിക്കൽ നമ്മുടെ സുരക്ഷക്ക്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ അത് നിർബന്ധമാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ് എന്ന് എഴുതാം. അടുത്തതാ, മനുഷ്യനെ കൂടുതലായി നരകത്തിലാക്കുന്ന കാര്യം എന്താണ്? മനുഷ്യനെ കൂടുതലായി നരകത്തിലാക്കുന്ന കാര്യം എന്താണ്? അപ്പോൾ അവിടെ മനുഷ്യനെ കൂടുതലായി നരകത്തിലാക്കുന്ന കാര്യം ചീത്ത സംസാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കളവ്, ഈബത്ത്, നമീമത്ത്, പരിഹാസം തുടങ്ങിയവയൊക്കെ വൻ കുറ്റമാണ്. അപ്പോൾ മനുഷ്യനെ കൂടുതലായി നരകത്തിലാക്കുന്ന കാര്യം എന്താണ്? ചീത്ത സംസാരമാണ്. അടുത്ത, ഉലുൽ അസ്മുകളുടെ നേതാവ് ആര്? ഉലുൽ അസ്മുകളുടെ നേതാവ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉലുൽ അസ്മുകളുടെ നേതാവ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അതിൻ്റെ സാരം എഴുതണം. എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ? നമ്മൾ ഷഹാദത്ത് കലിമയുടെ അർത്ഥം പഠിച്ചിട്ടുണ്ട് അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കലാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കലാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും വിശ്വസിക്കലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി എന്താണ്? സലാം പറയൽ സുന്നത്തില്ല. ആർക്കല്ല? 2 എഴുതുക. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യുന്നവർ, ശൗചം ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർ, അദാനോ ഇക്കാമത്തോ വിളിക്കുന്നവർ, വല്ലതും കുടിച്ചുകൊണ്ടിരിക്കുന്നവർ, വായിൽ ഭക്ഷണമുള്ളവർ എന്നിവർക്ക് സലാം പറയൽ സുന്നത്തുമില്ല, സലാം മടക്കൽ നിർബന്ധവുമില്ല. അപ്പം അതൊന്ന് 2 എഴുതാം. ഇനി അടുത്തത് എന്താണ്? ഏത് സ്ഥലത്താണ് സംസം ഉറവ പൊട്ടിയത്? ഏത് സ്ഥലത്താണ് സംസം ഉറവ പൊട്ടിയത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം ഉറവ പൊട്ടിയത്. മക്കയിലെ കഅബ ഷരീഫക്കടുത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം ഉറവ പൊട്ടിയത്. അങ്ങനെ എഴുതാം. അടുത്തതാ, 5 മലക്കുകളുടെ പേര് എഴുതുക. നമ്മൾ പ്രധാനികളായ 10 മലക്കുകളുടെ പേര് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 5 മലക്കുകളുടെ പേര് എഴുതാനാണ്. അപ്പം നമുക്ക് പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പാട്ട് ബൈത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. തഫ്സീലു അശ്രിം മിൻഹുമു ജിബ്രീലു മികാലു ഇസ്രാഫീലു അസ്രാഈലു മുൻകർ നകീറും വറകീബും വകദ അതീദു മാലിക്കും വരിൽവാനുൻ ഹുദാ. 10 മലക്കുകളുടെ പേര് പറഞ്ഞു അല്ലേ? അപ്പം അതിൽ 5 പേര് എഴുതുക. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ, മുൻകർ നക്കീർ അലൈഹിസ്സലാം. അങ്ങനെ നമുക്ക് 5 എഴുതാം. അടുത്തതാ, ഉറക്കിൽ നിന്നുണർന്നാൽ എന്തു ചൊല്ലണം? എന്താണ് ഉറക്കിൽ നിന്നുണർന്നാൽ ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പോൾ അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് എഴുതാൻ കഴിയണം. പിന്നെ ആരാണ് ഖുറൈശികൾ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പേരക്കുട്ടിയാണ് അദ്നാൻ. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ ഫേർ ഇബ്നു മാലിക്കിൻ്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. മനസ്സിലാക്കട്ടാ. അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുണ്ട്. നമ്മളെ 6ാമത്തെ പാഠം അവ്വലു ബൈത്ത് എന്ന പാഠത്തിൽ അതിൽ
ഖുറൈശ് ഗോത്രത്തിലെ ഖുസൈ ഇബ്നു കിലാബിൻ്റെ കാലത്താണ് പരിശുദ്ധ മക്ക വലിയ നഗരമായി വികസിച്ചത്. പിന്നെ ഖുസൈ എന്താണ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ഹാഷിം ചുമതലയേറ്റു. ഹാഷിമിൻ്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുള്ളയുടെ മകനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇനി അടുത്തത് എന്താണ്? വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്. വീട്ടിലേക്ക് കയറുമ്പോൾ എന്താണ്? ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഹറജ്നാ വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ. അതൊക്കെ പഠിക്കുക. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോഴുണ്ടായ ഒരു അത്ഭുതം എഴുതാനാണ്. എന്തൊക്കെയാണ് ഒരു അത്ഭുതം? നമ്മൾ 9ാമത്തെ പാഠത്തിൽ നമ്മൾ അത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആരാധ്യ വസ്തുക്കൾ തലകുത്തി വീണു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന നൂറ്റാണ്ടുകളായി അണയാത്ത അഗ്നികുണ്ഡം അണഞ്ഞു. ജനനസമയത്ത് ആമിനാബിയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തിൽ ബുസ്രയിലെ കൊട്ടാരങ്ങൾ ദൃശ്യമായി. അവിശ്വാസികളുടെ ആരാധനാലയങ്ങളാൽ വലയപ്പെട്ട സാവാ തടാകം വറ്റി. പ്രവാചകൻ ഭൂജാതനായി എന്ന അശരീരി ഉയർന്നു. അപ്പോൾ അതൊക്കെ അതിന് ഏതെങ്കിലും ഒന്ന് എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.